നിങ്ങൾ ബാംഗ്ലൂരിൽ ഒറ്റയ്ക്ക് കാറിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണോ? നിങ്ങൾക്ക് 8ൻ്റെ പണി വരുന്നുണ്ട്. അതായത് കർണാടക ഗവൺമെൻറ് ഇപ്പോൾ കൺജഷൻ ടാക്സ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ റൂളുമായിട്ട് വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ഭയങ്കര ട്രാഫിക്കുള്ള ഏരിയാസിൽ നിങ്ങൾ കാറുമായിട്ട് സോളോ ആയിട്ട് പോയി കഴിഞ്ഞാൽ അവർ ഒരു ടാക്സ് ഈടാക്കാനുള്ള പുതിയൊരു പ്ലാനായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറിങ് പീക്ക് അവേഴ്സ് ഓഫ് ട്രാഫിക്കിൽ നിങ്ങൾ സർജാപൂർ റോഡ് അല്ലെങ്കിൽ ഔട്ടർ റിംഗ് റോഡ് പോലുള്ള സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാരണം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ട്രാഫിക്കിന് വേണ്ടിയിട്ടാണ് ഈ ഫൈൻ അവർ ഈടാക്കുന്നത്. അവർ ഇത് എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആരും സോളോ ആയിട്ട് ട്രാവൽ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരും കൂടി നിങ്ങളെ കാറിൽ അവരെയും കയറ്റിയിട്ട് അതായത് കാർ പൂളിംഗ് സിസ്റ്റം കൂടുതൽ പ്രൊമോട്ട് ചെയ്യാനും പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ട് കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഞാൻ ലാസ്റ്റ് 10 years ആയിട്ട് ബാംഗ്ലൂരുണ്ട്. ഇപ്പോൾ പുതുതായിട്ട് യെല്ലോ ലൈനും കൂടി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. പബ്ലിക് ട്രാൻസ്പോർട്ട് ഓൾറെഡി ഭയങ്കര ഫുള്ളും കൺജസ്റ്റഡ് ആണ്. അപ്പോൾ അത് എത്രത്തോളം ഹെൽപ്പ് ആകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ റൂള് ഫൈനൽ ഡിസ്കഷനിലാണ്, ഇത് പ്രാബല്യത്തിലായിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ റീല് നിങ്ങളുടെ കാറൊക്കെ ഉള്ള ഒരു ഫ്രണ്ടിന് അയച്ചു കൊടുത്തിട്ട് അവനോട് പറയാം, ഇനി എന്തായാലും എന്നെയും കൂടി പിക്ക് ചെയ്തിട്ട് മാത്രം ഓഫീസിൽ പോകാം അല്ലെങ്കിൽ പണി കിട്ടുമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻഫർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മളെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.